ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വത്തിക്കാനിലെ, അതായത് പത്രോസിൻ്റെ പള്ളി, സാന്റ് പീറ്റേഴ്സ് ബസിലിക്ക. ഇതിനടുത്തുള്ളത് സാന്റ് പീറ്റേഴ്സ് സ്ക്വയറാണ്. ഞാൻ കാണിക്കാം. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ്. ഇവിടെ എയർപോർട്ടിലെ പോലെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് കയറ്റി വിടുള്ളൂ. അതായത് അല്ലാത്ത ദിവസങ്ങളിൽ, ബുധനാഴ്ച അല്ലാത്ത ദിവസങ്ങളിലൊക്കെ മാർപ്പാപ്പ ഇവിടെ ആ കാണുന്ന കെട്ടിടത്തിൻ്റെ കണ്ടോ, അവിടെ ആ ജനൽ തുറന്ന് അതുവഴി ജനങ്ങളെ ആശീർവാദം നൽകുകയാണ് ചെയ്യുന്നത്. ആൾക്കാർ വരുന്നതേ ഉള്ളൂ. 12 മണിക്ക് ഇന്ന് മാർപ്പാപ്പ വരും. ഇതാണ് സാന്റ് പീറ്റേഴ്സ് സ്ക്വയർ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് നടുക്കായിട്ടൊരു സ്തൂപമുണ്ട്. വെങ്കലത്തിൽ തീർത്തയൊരു കുരിശും അതിനോട് ചേർന്നുള്ള ഒരു പ്രതിമയും വെച്ചിട്ടുണ്ട്. ഇത് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. 1400 AD 1400 കൊണ്ടുവന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് അങ്ങനെ വഴി. അത് ഒരു നദിയുടെ തീരത്തേക്ക്, സൈബർ എന്നാണ് ആ നദിയുടെ പേര്, അതിൻ്റെ തീരത്തേക്ക് പോകും. അവിടെയായിട്ട് ഒരു കാസ്റ്റലുണ്ട്, സാന്താഞ്ചലോ എന്ന് പറയുന്നത്. സാന്താഞ്ചലോ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ആഞ്ചലോയുടെ പേരിലുള്ള ഒരു കാസ്റ്റല്, ഒരു കൊട്ടാരം. നല്ല രസമാണ്. എത്ര മനോഹരമായിട്ടാണ് പണിത് വെച്ചിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ സ്ക്വയറുകളിൽ ഒന്നാണിതെന്ന് നമ്മൾ പറയപ്പെടുന്നു. അവിടെയാണ് സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതാണ് സാന്റ് പീറ്റേഴ്സ് സ്ക്വയർ. ഇത് സാന്റ് പീറ്റേഴ്സ് ബസിലിക്ക, അതായത് പത്രോസിൻ്റെ പേരുള്ള പള്ളി. ഇതിന് പ്രധാനമായിട്ടും 3 വാതിലുകളാണുള്ളത്. നടുക്കത്തെ വാതിൽ ജൂബിലി വർഷത്തിൽ തുറന്നായിരുന്നു. അതിലൂടെ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് കയറിയാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്നൊക്കെയാണ് എല്ലാവരുടെയും ക്രിസ്ത്യൻസിൻ്റെ വിശ്വാസം. നൈറ്റ് വ്യൂ കുറേ കൂടെ നല്ലതാണ്. ഇതിപ്പം കുഴപ്പമില്ല, അങ്ങനെയില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ യൂറോപ്പിലെ വിശേഷങ്ങൾ എല്ലാം അറിയണമെങ്കിൽ വരിക, കാര്യങ്ങളൊക്കെ ചോദിക്കുക, എല്ലാം മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.